ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലസ് ടു കാർക്കുള്ളതാണ്. പ്ലസ് ടു കാർക്ക് സന്തോഷ വാർത്തയാണോ സങ്കട വാർത്തയാണോ എന്ന്, അതായത് നമുക്ക് വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണെന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ പ്ലസ് ടു കാർക്കിടെ ടൈം ടേബിൾ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓണ എക്സാം ആണ്. അപ്പോൾ ഓണ എക്സാം 18-ാം തീയതിയാണ് തുടങ്ങുന്നത്. 21-ാം തീയതി വരെയാണ്, 29-ാം തീയതി വരെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ടിപ്സ്, വെയിറ്റ് ഒരു ചാപ്റ്റേഴ്സിൻ്റെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഓണ എക്സാം തുടങ്ങാറായി. 18-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഇനി അങ്ങോട്ടൊരു 2 ആഴ്ച കൂടി ഇല്ല നമുക്കിനി ഓണ എക്സാമിന് വേണ്ടിയിട്ട്. ഇനി ആകെ ഒരു 12 ദിവസം 14 ദിവസവും കാണും. അതിൽ 12 ദിവസവും 14 ദിവസമൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാനൊന്ന് പറയാം. 12 ദിവസമാണ് ഇനി ഉള്ളത്. അപ്പോൾ ഈ ഒരു 5 ദിവസത്തിനകം തന്നെ മാക്സിമം സബ്ജക്റ്റ് കവർ ചെയ്യുക, എല്ലാ ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി എന്ന് പഠിക്കുക. ഇനി എന്താണ്, ഇനി ഒരാഴ്ച എന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 7 ദിവസമായി. അപ്പോൾ ടോട്ടൽ 12 ദിവസമായി. പിന്നെ ഞാൻ പറഞ്ഞു 14 ദിവസത്തിൽ 12 ദിവസം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ യൂസ് ചെയ്യുക. ഓക്കെ, 5 ദിവസം ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ അതിൽ പെൻഡിങ് കണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ബാക്കി എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്ത് തീർക്കുക. ഇപ്പം ഇംഗ്ലീഷ്, ഹിന്ദി അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജിൽ എന്തൊക്കെയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതും ഇപ്പോൾ അടുത്ത 7 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 5 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, സയൻസ് നോക്കുക. അടുത്ത 7 ദിവസത്തിൽ ഇടയ്ക്ക് ഫസ്റ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷൊക്കെ നോക്കുക. എന്നിട്ട് ലാസ്റ്റ് 7 ദിവസത്തിന്റെ ലാസ്റ്റിലേക്ക് വരുന്ന സ്ഥലത്ത് ഇപ്പം 13, 14, 12, 13, 14 ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സയൻസ്, ജസ്റ്റ് അല്ല നന്നായിട്ട് സയൻസ് പഠിക്കുക. പിന്നെ 15, 16 സെക്കൻഡ് ലാംഗ്വേജിന് മാറ്റി വയ്ക്കുക. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പറയുന്നതാണ്. ഇപ്പം നിങ്ങൾ 15 ദിവസത്തിന്റെ സ്റ്റഡി പ്ലാൻ കണ്ടിട്ടില്ലെങ്കിൽ അതിന് ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രം തരുന്നതാണ്. നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 50 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ എടുത്തോക്കെ അതിൽ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതൊന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. 50 ഡേയ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടൈമിനനുസരിച്ച് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി കൺസിസ്റ്റഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്ലസ് ടുവിൻ്റെ ഓണ എക്സാമിന് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അത് അനലൈസ് ചെയ്യുന്നത് അനലൈസ് ചെയ്യേണ്ടത് വളരെ ഒരു വളരെ ഒരു വലിയ കാര്യം തന്നെയാണ്. അത് അനലൈസ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ ഓൺ എക്സാം നാളെ ഈ സബ്ജക്റ്റ്, അതിന് നാളെ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തിനാ ഫസ്റ്റ് നിന്ന് അനലൈസ് ചെയ്ത് ഒരു ടൈം ടേബിൾ നമ്മളെ രീതിയിൽ ഓൺ എക്സാമിൻ്റെ ടൈമിൽ ചെയ്യുന്ന രീതിയിൽ ഇട്ട് വെക്കണം. ഓക്കെ, അതാണ് ഈ ഒരു വീഡിയോയിൽ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ നമ്മൾ ടൈം ടേബിൾ കിട്ടിയാൽ അത് അനലൈസ് ചെയ്യാനായിട്ട് ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പ്ലസ് ടുവിൻ്റെ ടൈം ടേബിൾ എങ്ങനെ അനലൈസ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് എഴുതി വെക്കുക, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഡയറിയിലേക്ക് ഒന്ന് കുറിച്ച് വെക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പം നമുക്ക് ടൈം ടേബിളിൽ കിടക്കാം. ടൈം ടേബിൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പ്ലസ് ടുവിൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഇത്രയാണ് നമുക്ക് ടൈം ടേബിൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം 18-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഔട്ട് ചെയ്തിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് 27-ാം തീയതി വരെയാണ് നമുക്ക് എഴുതിയിട്ടുള്ളത്. ടൈം ടേബിൾ അറിഞ്ഞിട്ട് 29 എന്നാണ് പറഞ്ഞത്, 27-ാം തീയതി വരെ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ടൈറ്റാണ് അല്പം കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ടൈം ടേബിൾ നോക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഇന്ന് നോക്കാം. അപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ 18-ാം തീയതി ടൈം ടേബിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 18-ാം തീയതി ടൈം ടേബിൾ വെച്ചിട്ടുള്ളതിൽ 1:30-ക്കാണ് നമുക്ക് കൃത്യം വെച്ചിട്ടുള്ളത്. ഓക്കെ, 1:30-ക്കാണ് സമയം വെച്ചിട്ടുള്ളത്. അപ്പം എല്ലാം അങ്ങനെയാണ്, എല്ലാ എക്സാമും നമുക്ക് 1:30-ക്ക് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ചില എക്സാം എന്താണ് കുറച്ച് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പൊതുവെ 1:30-ക്കാണ് എക്സാം വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് വന്നിട്ടുള്ളത് പാർട്ട് 2, അതായത് പാർട്ട് 2 എന്ന് പറയുമ്പോൾ ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ആണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാം കുഴപ്പമില്ല, നമുക്ക് എപ്പോഴത്തെയും പോലെ തന്നെ എന്താണ് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കാനായിട്ട് നിങ്ങളിപ്പോൾ നേരത്തെ നോക്കി വെച്ചിട്ട് വരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 16-ാം തീയതി 17-ാം തീയതി എന്ത് ചെയ്താൽ മതി, അതിനുവേണ്ടി യൂസ് ചെയ്തിട്ട് അതിനുവേണ്ടി പഠിക്കുക. ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സയൻസിന് കൊണ്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സയൻസ് നോക്കിയിട്ടില്ലെങ്കിൽ അതിന് കുറച്ച് പ്രിഫറൻസ് കൊടുക്കുക. സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഒട്ടുമേ പഠിക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, കുറച്ച് ദിവസമായിട്ട് പഠിച്ച് വെച്ചേക്കാം, കുറച്ച് ദിവസമായിട്ട്. എന്നിട്ട് ഒന്നും കൂടി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് 16-ാം തീയതി 17-ാം തീയതി. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് കൂട്ടർക്കുള്ളതും പറഞ്ഞു തരുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് ഡേ. അപ്പം സെക്കൻഡ് ലാംഗ്വേജ് അത്ര സീനൊന്നുമില്ല. പക്ഷെ നമുക്ക് അടുത്ത ഡേ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പക്ഷെ ഇതിന്റെ റിയൽ ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതെന്ന് പറയുന്നത് 19-ാം തീയതിയാണ് വെച്ചിട്ടുള്ളത്. 19-ാം തീയതിയാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. പക്ഷേ 19-ാം തീയതി എക്സാം നടക്കുന്ന സമയത്ത് 2 എക്സാംസ് ആണ് ഒരേ ദിവസം ഉള്ളത്. 9:30-ക്കും
അതേപോലെ തന്നെ 1:30. അപ്പം ഇത് സത്യത്തിൽ പറഞ്ഞാൽ 1:30ക്കും അതേപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ഹെക്ടിക് ആയിട്ടുള്ള ടൈം ടേബിൾ ആണ് സത്യം നമ്മൾ നോക്കുമ്പോൾ തന്നെ. കാരണം 2 ടൈം ടേബിൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഹെക്ടിക് ആയിട്ടുള്ള ടൈം ടേബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് ഹെക്ടിക്കൽ ആയിട്ടുള്ള ടൈം ടേബിൾ ആണല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇംഗ്ലീഷും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ അതായത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ ഉടനെ നമുക്ക് വരുന്നത് ഇംഗ്ലീഷും, അത് 1:30ക്ക് മാത്തമാറ്റിക്സ് ആണ്. 9:30ക്ക് രാവിലെ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ 1:30ക്ക് മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ അറിയിച്ചിട്ടുള്ളത് നമുക്ക് ഫുൾ ഡേ കാണുമെന്നാണ്. എക്സാമിന്റെ ഇടയിൽ കൂടെ നടത്തും. എക്സാമിന്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് ബാക്കിയുള്ള ക്ലാസ്സസ് നടക്കുമെന്നാണ്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന ടൈം ടേബിളിൽ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇംഗ്ലീഷും ഉണ്ട്, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ഒരേ ദിവസം ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇപ്പൊ നമുക്ക് കിട്ടി ഏതൊക്കെ സബ്ജക്റ്റ് ആണ്? ഇംഗ്ലീഷും ഉണ്ട്, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉണ്ട്. ഈ 2 സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. നന്നായിട്ട് വെണ്ണ പോലെ പഠിച്ചേക്കുക. കാരണം നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് ആകെ ഇവിടെ ഒരു ദിവസമേ ഉണ്ടാവത്തുള്ളൂ. ഓരോ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിനും സമയമില്ല. ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് നോക്കണോ മാത്തമാറ്റിക്സ് നോക്കണോ നമുക്ക് ഒന്നും നോക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ദിവസമാണ് ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യാം, പോവുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് നേടാൻ പറ്റത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞ് മാത്തമാറ്റിക്സും ഇംഗ്ലീഷൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് ഹെക്ടിക് ആണ്. ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് കൺസിഡർ ചെയ്ത് നന്നായിട്ട് ആ സബ്ജക്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് 20-ാം തീയതിയാണ്. 20-ാം തീയതി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വെനസ്ഡേ ആണ്. വെനസ്ഡേ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 1:30ക്ക് തന്നെയാണ്. 1:30ക്ക് ബയോളജി ആണ്. ബയോളജി എന്ന് പറയുമ്പോൾ ആകെ ഒരു ദിവസം, ഒരു രാത്രിയുള്ളൂ. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രാത്രി ആകെ വരുന്നുള്ളൂ. ഒരു നൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ നൈറ്റ് എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നൈറ്റ്, ഒരു രാത്രി മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അതിനെക്കാട്ടി ഹെക്ടിക് ആണ് എന്ന് മനസ്സിലാക്കുക. ഒരു രാത്രിയാണ് ബയോളജിക്ക് ഉള്ളത്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷും മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചാലും ബയോളജി കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് നമുക്ക് ഓർമ്മ നിൽക്കും, മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ചെയ്ത് പഠിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ ബയോളജി എല്ലാം റിവൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പൊ അതിനെക്കാട്ടി വെണ്ണ പോലെ ആവാം. സമയം ഒട്ടുമില്ല, നമ്മളെ ഇടയിലൊക്കെ ടൈം ഇത് കിട്ടുമെന്നാണ് വിചാരിച്ചാൽ, പക്ഷെ ഒട്ടും തന്നെ സമയം എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ ടൈം ടേബിൾ പോകുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് അടുത്തൊരു ദിവസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്സിൽ വരുന്നുണ്ട്. ഒരു ദിവസത്തെ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്സിൽ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊരു ആശ്വാസമാണ് അല്ലെ. ഫിസിക്സിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉള്ളൂ എന്ന് വിചാരിക്കാം. മറ്റുള്ള സബ്ജക്റ്റിനനുസരിച്ച് ഓക്കെയാണ്, പക്ഷെ ഒരു ദിവസത്തിന്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അത് പക്ഷെ ഫിസിക്സിന് ടൈം ടേബിൾ വെച്ചിരിക്കുന്ന 2 മണിക്കാണ്. ഓക്കെ, ഫിസിക്സിന് നമുക്ക് വെച്ചിട്ടുള്ളത് 2 മണിക്കാണ്. ഉച്ചയ്ക്ക് തന്നെയാണ് നമുക്ക് എക്സാം. ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ള ദിവസമായിരിക്കും ഉച്ചയ്ക്ക് ഫിസിക്സ് എന്ത് ചെയ്യും, ടൈം ടേബിളിൽ ഉള്ളതുപോലെ തന്നെ എക്സാം നടത്തും. അവൻ അതിന് ഒരു ദിവസം എന്തുണ്ട്, ഒരു ദിവസം ഉണ്ട്. ഇപ്പം ക്ലാസ് ഒക്കെ ഉള്ളതാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ദിവസം അങ്ങനെ കിട്ടണമെന്നില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നെങ്കിൽ നിങ്ങളുടെ സ്കൂൾ അനുസരിച്ചാണ്. ചിലപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല. ഞങ്ങൾക്ക് അവിടെ ക്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, എന്താണെന്ന് അറിയത്തില്ല വ്യക്തമായിട്ട്. അതൊക്കെ അനുസരിച്ചിട്ട് പറയാം വീഡിയോസിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത നമുക്ക് പറയുന്ന ആ ഒരു ദിവസം ഫിസിക്സ് അത്രയും അക്ഷയനുസരിച്ച് അത്രയ്ക്കല്ല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 25-ാം തീയതി. അതിന് മുമ്പേ 22-ാം തീയതിയാണ് ഈ എക്സാം കഴിഞ്ഞത് ഫിസിക്സ്. അത് കഴിഞ്ഞത് ഫ്രൈഡേ ആണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് സാറ്റർഡേ ഉണ്ട്, അതേപോലെ തന്നെ സൺഡേ ഉണ്ട്. 2 ദിവസം എന്താണ് എന്തായാലും ഹോളിഡേയ്സ് ആണ്. അവിടെ അവധി തന്നെയാണ് നമുക്ക്. അപ്പൊ അവിടെ പ്രശ്നമില്ല. അപ്പൊ 2 ദിവസം എന്ത് ചെയ്യും, ഇനി അടുത്ത എക്സാമിന് കിട്ടും. ഇനി അടുത്ത ഇത് നോക്കുകയാണെങ്കിൽ മൺഡേ സയൻസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ സയൻസുകാർക്കുള്ള ടൈം ടേബിൾ ആണ് കേട്ടോ. അതിവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് ഒരു സബ്ജക്റ്റ് പോലും നമുക്ക് സയൻസ് ആയിട്ട് സബ്ജക്റ്റ് ഇല്ല. അപ്പൊ നമുക്ക് 25-ാം തീയതി എന്താണ് ഹോളിഡേയ്സ് ആയിട്ട് നോക്കാം. സ്കൂൾ ഇല്ലെങ്കിൽ നമുക്ക് ഹോളിഡേയ്സ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ലീവ് എടുക്കാം. പഠിപ്പിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് പുതിയ ചിലപ്പോൾ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ആയിട്ട് എടുക്കുന്നത് ഹോളിഡേയ്സ് ആണെങ്കിൽ ഹോളി എടുക്കാം. ഞാനിപ്പോൾ ഹോളിഡേന്ന് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊന്നും ഇല്ലല്ലോ, അതാണ് ഞാൻ ഹോളിഡേന്ന് എടുത്തു. ഓക്കെ, അടുത്ത 26-ാം തീയതി എന്താണ് നമുക്ക് ഹോളിഡേ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഒന്നും എന്തില്ല, സാധ്യതയുണ്ടെന്നല്ല, അന്ന് ഒരു എക്സാംസ് ഇല്ല. അപ്പൊ അന്ന് നമുക്ക് ഹോളിഡേ ആണ്. അപ്പൊ മൊത്തം നമുക്ക് 4 days കിട്ടും. ഇപ്പൊ ക്ലാസ്സുകൾ ഇല്ലെങ്കിൽ സ്കൂളിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കെമിസ്ട്രി കുറേ സമയം കിട്ടും പഠിക്കാനായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കെമിസ്ട്രി കുറച്ച് നമ്മൾ നോക്കാതെ വെച്ചാൽ നമുക്ക് ഒരു നമുക്ക് പെട്ടെന്ന് ആ ഒരു വേയിലേക്ക് ടേൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ്
നമുക്കിപ്പം നമ്മൾ എടുക്കുന്നത് 27-ാം തീയതിയുള്ള ഡേ ആണ്. അപ്പോൾ 27-ാം തീയതി കെമിസ്ട്രിയിലെ എല്ലാ എക്സാം ഒക്കെ കഴിയും, നമ്മുടെ എക്സാം ഒക്കെ കഴിയും. ചിലപ്പോൾ പിന്നെ അങ്ങനെയാണ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യും. 27-ാം തീയതി എക്സാം കഴിയുന്ന സമയത്ത് കെമിസ്ട്രി എന്നാണ് പറയുകയാണെങ്കിൽ കെമിസ്ട്രി കുറച്ച് ദിവസം ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. കെമിസ്ട്രി അത്ര വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജിന് പ്രിഫറൻസ് കൊടുക്കുന്നില്ല. ഞാൻ ഇംഗ്ലീഷ് തൊട്ടാണ് പറഞ്ഞത് കേട്ടോ. ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ബയോളജി, ഫിസിക്സിൽ ഒരു ദിവസം ഉണ്ട്, സമയമുണ്ട്, അതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. ഫിസിക്സ് എന്നാലും പഠിക്കുക, അതിന് പ്രിഫറൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇടുന്നത് ഈ 3 സബ്ജക്റ്റാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യണം, ഈ 3 സബ്ജക്റ്റിനും കൊടുക്കണം. ഓക്കെ, ഈ 3 സബ്ജക്റ്റ് എന്ത് ചെയ്യണം, കുറച്ചുകൂടി പ്രിഫറൻസ് കൊടുക്കണം. ഫിസിക്സിന് അതിനനുവദിച്ച് കുഴപ്പമില്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു അനാലിസിസ്. ഇത് നിങ്ങളുടെ രീതിയും കൂടി ചെയ്ത് നോക്കാം. ഇപ്പം എന്താണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ അനാലിസിസ് എപ്പോഴും നമ്മൾ ടൈം ടേബിൾ ആണെന്ന് ചിന്തിച്ച് വയ്ക്കാം. ഇത് നിങ്ങൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കുക, അന്നത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ് കാണുന്നു സ്കൂളിൽ. ഓക്കെ, അത് രണ്ടും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പം നമ്മൾ പറഞ്ഞ 3 സബ്ജക്റ്റ്, ഇംഗ്ലീഷ്, മാത്സ്, ബയോളജി നന്നായിട്ട് പഠിക്കുക, മാത്സ് നന്നായിട്ട് പഠിക്കുക, ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ച് ഈ ദിവസങ്ങൾ കുറച്ചും കൂടി ഉണ്ട്, ആ കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ച് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് 100% മാർക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചെങ്കിലും പഠിച്ച് വെച്ചിട്ടുള്ളവരാണെങ്കിൽ 100% ആണ്. ഇപ്പോൾ ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് പഠിക്കുക. പാസ് ഔട്ട് ആണെങ്കിൽ തന്നെ ഒന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മാർക്സിന് കിട്ടട്ടെ, നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ചാനലിലൂടെ തരുന്നതായിരിക്കും. ബൈ.